നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിനാടകീയ രംഗങ്ങളാണ് ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ജയിലിലായതിനു പിന്നാലെയാണ് ചെമ്പൈ സോറനെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. ഹേമന്ത് സോറൻ ജയിൽ മോചിതനായി തിരികെ എത്തിയപ്പോൾ വീണ്ടും ചെമ്പൈ സോറന് തന്റെ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുകയായിരുന്നു. ഭൂമി തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ചെമ്പൈ സോറന്റെ BJP പ്രവേശനവും മറ്റു പ്രശ്നങ്ങൾക്കുമെല്ലാം തുടക്കമിട്ടതും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ചെമ്പൈ സോറൻ രാജിവെക്കുന്നതും. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം JMMുമായി ഇടഞ്ഞു നിന്നത്. ഇതോടെയാണ് ചെമ്പൈ സോറൻ BJPയിലേക്ക് പോകുന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തുവരുന്നത്. എന്നാൽ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ തള്ളി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ തന്നെ രംഗത്ത് വരികയുണ്ടായി. ഡൽഹിയിലെത്തി BJP നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും ആരാണ് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നറിയില്ല എന്നുമായിരുന്നു ഈ വിഷയത്തോടുള്ള ചെമ്പൈ സോറന്റെ പ്രതികരണം. താൻ പാർട്ടിയിൽ നിന്നും അവഹേളിക്കപ്പെട്ടുവെന്ന് ചെമ്പൈ സോറൻ എക്സിൽ എഴുതിയിരുന്നു. ജൂലൈ 3-നാണ് ചെമ്പൈ സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കുന്നത്. അതിനും 3 ദിവസം മുൻപ് തന്നെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള തന്റെ ഔദ്യോഗിക പരിപാടികൾ പാർട്ടി റദ്ദാക്കിയിരുന്നുവെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും തന്നെ പുറത്താക്കുകയാണെന്ന് അറിയിച്ചില്ലെന്നും ചെമ്പൈ സോറൻ അന്നത്തെ ആ കുറിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നു. ജൂലൈ 3-ാം തീയതി JMM MLAമാരും മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കളും ചേർന്ന് നടത്തിയ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് യോഗത്തിന്റെ അജണ്ട മനസ്സിലാകുന്നതെന്നും ആ യോഗത്തിൽ തന്നോട് രാജി ആവശ്യപ്പെടുമെന്ന് അറിയുന്നതും ചെമ്പൈ സോറൻ കുറിപ്പിൽ പറയുന്നുണ്ട്. തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റെന്നും ഒരു കാലത്തും അധികാരത്തോട് അമിതാസക്തി ഉണ്ടാകാതിരുന്ന തന്നെ സഹപ്രവർത്തകർ വേദനിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. BJP നേതാക്കളുമായി ചെമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തിയെന്നും BJPയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്ന സാഹചര്യത്തിലായിരുന്നു ചെമ്പൈ സോറൻ ഈ കുറിപ്പ് എഴുതിയത്. അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്തെന്ന ആകാംക്ഷയായിരുന്നു ഈ കുറിപ്പ് ബാക്കി വെച്ചത്. എന്നാൽ ചെമ്പൈ സോറനുമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ജാർഖണ്ഡ് BJP അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടിയും പറഞ്ഞിരുന്നു. കൂടാതെ ചെമ്പൈ സോറൻ തന്നെ എല്ലാവിധ അഭ്യൂഹങ്ങളെയും തള്ളി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇനി തന്റെ മുന്നിൽ 3 വഴികളാണ് ഉള്ളതെന്ന് കുറിപ്പിൽ ചെമ്പൈ സോറൻ പറഞ്ഞിരുന്നതാണ്. 1. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക. 2. മറ്റൊരു രാഷ്ട്രീയ സംഘടന ആരംഭിക്കുക. 3. ഇനിയുള്ള യാത്രയിൽ പുതിയ സഹയാത്രികരെ കണ്ടെത്തുക. ഈ വരികൾ BJP പ്രവേശനം സൂചിപ്പിക്കുന്നു എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ താൻ BJPയിലേക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി തന്നെ ചെമ്പൈ സോറൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ BJPയിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച BJPയിൽ ചേരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. റാഞ്ചിയിൽ വെച്ചായിരിക്കും പാർട്ടി പ്രവേശനം നടക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ചെമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ചെമ്പൈ സോറൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുതിർന്ന നേതാവായ ചെമ്പൈ സോറൻ കളം മാറ്റി ചവിട്ടുന്നത് തിരഞ്ഞെടുപ്പിൽ JMMനെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ താൻ അപമാനിക്കപ്പെട്ടുവെന്ന് ചെമ്പൈ സോറൻ കുറിക്കുകയും ഇതിന് പിന്നാലെ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ചെമ്പൈ സോറന്റെ BJP പ്രവേശനത്തെക്കുറിച്ച് എക്സിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചിരുന്നുവെങ്കിൽ അത് ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് ക്ഷീണമുണ്ടാക്കിയേക്കുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. നേരത്തെ ചെമ്പൈ സോറൻ സ്വന്തം പാർട്ടി രൂപീകരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാർട്ടിയിൽ നേരിടേണ്ടി വന്ന അപമാനങ്ങളും തിരസ്കാരങ്ങളും മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ തന്നെ നിർബന്ധിതനാക്കുന്നതായി അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയതുമാണ്. തന്റെ മുഖ്യമന്ത്രി പദം ഉപേക്ഷിക്കേണ്ടി വന്നതിൽ ചെമ്പൈ സോറൻ അസ്വസ്ഥനായിരുന്നു. അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറനുമായി അകൽച്ചയിലാണ് അദ്ദേഹം ഇപ്പോൾ. 6 MLAമാരും ചെമ്പൈ സോറനൊപ്പം പാർട്ടി വിട്ടേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. 2024 ഫെബ്രുവരി 2-നായിരുന്നു അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ചെമ്പൈ സോറൻ BJPയിൽ ചേർന്നേക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്ന സമയത്ത് സോറൻ BJPയിൽ ചേർന്നാൽ ഇന്ത്യ സഖ്യത്തിന് ഒന്നും സംഭവിക്കില്ല എന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ചെമ്പൈ സോറൻ പാർട്ടി വിട്ടാൽ സംസ്ഥാനത്തെ BJP നേതാക്കൾക്കിടയിലാണ് വിള്ളലുണ്ടാക്കുക എന്നും കോൺഗ്രസ് നേതാവായ അജോയ് കുമാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചെമ്പൈ സോറൻ BJPയിൽ ചേർന്നാൽ മുതിർന്ന BJP നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരായ ബാബുലാൽ മറാണ്ടിയും അർജുൻ മുണ്ടയും എവിടെ പോകും എന്ന ചോദ്യവും അജോയ് കുമാർ ഉന്നയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുകയാണെന്നുമായിരുന്നു ചെമ്പൈ സോറന്റെ BJP പ്രവേശന അഭ്യൂഹങ്ങൾക്കെതിരെ കോൺഗ്രസ് ആരോപിച്ചത്.
എന്തായാലും എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഒടുവിൽ തീരുമാനമായിരിക്കുകയാണ്. ചെമ്പൈ സോറൻ BJP യിലേക്ക് ചേക്കേറുകയാണ്.